നമ്മള് ഞാൻ വർക്ക് കഴിഞ്ഞ് നേരെ വരുന്ന വഴിയാണ്. അച്ഛനോട് കൊണ്ടുപോലെന്ന് പറഞ്ഞ് വിളിച്ച് പോട്ടെ പോട്ടെ പോട്ടെ. ചെറിയൊരു ഗ്യാപ്പുള്ളൂ കേട്ടോ. അങ്ങോട്ട് കയറി. ഞാൻ വിചാരിച്ചേ അപ്പോൾ അവനെ കൊണ്ടുപോകാൻ വന്നാട്ടോ നമ്മള്. ഞാൻ വർക്ക് കഴിഞ്ഞ് നേരെ വരുന്ന വഴിയാണ്. അച്ഛനോട് കൊണ്ടുപോലെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഈച്ചയൊക്കെ നിട്ടപ്പോൾ വൈകുന്നേരത്ത് നമ്മൾ അപ്പുറത്ത് കൊണ്ടേ കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുല്ല് ഇപ്പം ഉണ്ട്. ഇനി വെള്ളം കുറേ അനുസരിച്ച് പുല്ലിങ്ങനെ പോയി തുടങ്ങും. അതുപോലെ താഴത്ത് നമ്മളപ്പുറത്തെ വീട്ടിലത്തെ ആളുടെ രണ്ട് പശുക്കളുണ്ട്. 2 പശുക്കുട്ടികൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ചെറുക്കനെ ഏതായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ. മൂക്കേറിൻ്റെ പ്രശ്നം ഏകദേശം മാറി. അപ്പം ഇനി ഇവന് ഉഷാറാവെന്ന് വിചാരിക്കാം. അപ്പോൾ കാത്തിക്കുക കേട്ടോ. അപ്പോൾ എന്തിനാ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ കെട്ടിയിട്ടുണ്ട്. ആ കെട്ടയച്ച് വിട്ട് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, വീട്ടിലോട്ട് ഓടും കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് നിൽക്കുള്ളൂ. പൊട്ടനീച്ച, നമ്മുടെ പൊട്ടനീച്ച അറിയും കേട്ടോ. നല്ല കടി അടിക്കുക, നല്ല ചോദ്യം കുടിക്കും. അപ്പോൾ മൂക്കേറൊക്കെ മാറിയപ്പോൾ സുഖമായില്ലപ്പോൾ. അയിലേ ആള് പുല്ലൊക്കെ തിന്ന് രാവിലെ കൊണ്ടേ കെട്ടി. രാവിലെ ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ കൊണ്ടേ കെട്ടും. ഇപ്പോൾ സമയത്തിലായി 6 മണി കഴിഞ്ഞ് 6:30 ഒക്കെ ആയിട്ടോ. മൂക്കേറൊക്കെ അയച്ച് സുന്ദരനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മറ്റേ നമ്മൾ അടുത്ത് കഴിയുമ്പോഴത്തേനും ഓടി രക്ഷപ്പെടാൻ നോക്കുക ആള്. ഇപ്പോൾ നന്നായിട്ട് പുല്ലൊക്കെ തിന്ന് അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ടേ. നോക്ക്, ഇങ്ങോട്ട് നോക്കടാ ചങ്ങായി, ഇങ്ങോട്ട് നോക്ക്, ക്യാമറയ്ക്ക് നോക്ക്. ഇപ്പം എങ്ങനെ തൊടണമെന്ന് പിടിക്കുന്നത് വലിയ വിഷയമല്ല കേട്ടോ. മസാജ് ചെയ്തെടുത്താലൊക്കെ അവൻ നിന്നിങ്ങനെ തരും. മൂക്കിലും കണ്ണിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തെടുത്താലൊക്കെ അവൻ ഇങ്ങനെ നിന്ന് തരും. അപ്പോൾ കാത്തിരുന്നിട്ടേ കുറേ സമയമായിട്ടോ വെയിറ്റ് ചെയ്യുന്നത്. സാധാരണ ഈ സമയത്ത് വീട്ടിലേക്ക് എത്തണതാണ്. അതേപോലെ അച്ഛനോട് ഞാൻ പറഞ്ഞതാണ് കൊണ്ടുപോലെ വീഡിയോ എടുക്കാൻ ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അയച്ചു കഴിഞ്ഞാൽ നോക്കൂട്ടപ്പോൾ അയക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുവേ. അപ്പോൾ നേരെ പോരും. കയറൊക്കെ അയച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ അപ്പോൾ കയറി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, പോവാ, ബാ പോര്. പോട്ടെ. ഇപ്പോഴത്തൊക്കെ പൈക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആയിട്ട്. നല്ലൊരു കയറ്റാട്ടത്, അത്യാവശ്യം നല്ല കയറ്റാണ്. നമ്മളെ കയറിക്കഴിഞ്ഞാൽ ഒന്ന് കാറ്റ് ശ്വാസം വിട്ടിട്ട് കയറുള്ളൂ. നല്ല ചവച്ചങ്ങനെ പോവണോ. ഇതിൻ്റെ ഇവിടുന്ന് 2 വഴിയുണ്ട്. ഒന്ന് ലെഫ്റ്റ് നമ്മളെ വീടും റൈറ്റ് മറ്റേ ഏട്ടൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നോക്കൂട്ടോ അവനെ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഇത് നേരെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് തിരിയും കേട്ടോ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ പശുക്കളുണ്ട് ആ വീട് കേട്ടോ. ആ വീട്ടിൽ കോഴിക്ക് ഫാമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ എത്തിയിട്ട് അതേപോലെ അവിടെ നമുക്ക് ഗേറ്റ് ഉണ്ടല്ലോ, അതായത് നെറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് എന്താ കാട്ടുക വാ. അപ്പോൾ നമ്മളെ ഗേറ്റ് അടച്ചിട്ടതാട്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതിലെന്താ കയറി നോക്കട്ടെ നമുക്ക്, ഓനെന്താ ചെയ്യാൻ നോക്കട്ടെ.
ചെറിയൊരു ഗ്യാപ്പുള്ളൂ കേട്ടോ. അങ്ങോട്ട് കയറി. ഞാൻ വിചാരിച്ചേ അത് അടച്ചിട്ടതാണ് വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങി വന്നപ്പോൾ ഇത് അടച്ചിട്ടില്ല. അപ്പോളേ നമ്മളെ വലയത്തെ കോഴിക്കുട്ടികൾ അത് പോത്തിനെ കൊണ്ടുവരുന്ന സമയമാണ്. വലയത്തെ കോഴിക്കുട്ടികൾ ചാടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ പുതിയ വിരിഞ്ഞ വീഡിയോ ചെയ്തില്ലേ, ഐറ്റങ്ങളും പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പാടെ അങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. എല്ലാവരും കൂടെ ഒന്നും ഇല്ലല്ലോ. അപ്പം കുറച്ച് ഗോതമ്പ് എടുക്കട്ടോ എന്നാൽ. അപ്പോൾ ഇതാ പോത്തറ വെയിറ്റിംഗ് കേട്ടോ. അങ്ങനെ കൂട്ടിൽ കയറ്റാം. അല്ല കൂട്ടിലല്ല, ആലയിൽ എപ്പോഴൊക്കെ കയറ്റാറിയാമല്ലോ. ഒരാൾ മാത്രം അകത്താൻ നിൽക്കണം കേട്ടോ. മറ്റുള്ള ചാടിയവനെ അറിഞ്ഞിട്ടില്ല. ഉണ്ട് പോലെ പോയി ഫോന് ഗോതമ്പൊന്നും വേണ്ട. റിസ്ക് എടുത്ത് പുറത്ത് കേൾക്കാനൊന്നും വയ്യ. കൂട്ടി കയറാൻ സമയമാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കുട്ടികളൊന്ന് വിട്ടിട്ട് ഒന്നിങ്ങനെ കയ്യും കാലൊക്കെ നനയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ വിടും. ടർക്കിക്കോയൊക്കെ കുറച്ച് വലുതായിട്ടോ. ഒരു ഭംഗിയൊക്കെ വന്നിപ്പോൾ കഴുത്തിലെ ആ ഇതൊക്കെ ശരിയായിപ്പോൾ. ഉണ്ടോ കുത്തു നോക്കുന്നോക്ക്. അതൊക്കെ ഇത്ര ഉള്ളുണ്ടായില്ല. പക്ഷെ എന്താ ഗുണ്ടത്ര അറിയോ, ഗുണ്ടായുസം ഭയങ്കര ഗുണ്ടായുസാണ്. അപ്പോൾ പോത്തോട്ട് നമുക്ക് ആലയ്ക്ക് കയറ്റാട്ടോ. അപ്പോൾ തൊഴിലുറപ്പുകാർ വന്നപ്പോഴേ നമ്മുടെ ആലയൊക്കെ ഏകദേശം ആലയിലേക്ക് കയറാനുള്ള മണ്ണൊക്കെ ഇട്ട് കറക്റ്റായി തന്നിട്ടുണ്ടേ. ബാ പോര്. അപ്പോൾ നമ്മൾ മുത്തുമണീനെ നമ്മൾ എന്തായിട്ടുണ്ട് ആലയ്ക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കൊടുക്കൽ കഞ്ഞി വെച്ച് കൊടുക്കും. അതായത് കുറച്ച് അരി നമുക്ക് വില കുറവുള്ള അരി വാങ്ങിച്ചിട്ട് കഞ്ഞി വെച്ച് കൊടുക്കലാണ്. ഇപ്പോൾ നമ്മുടെ പഴയ തീറ്റകളൊന്നും ആ മൂക്കേറിൻ്റെ പ്രശ്നം വന്നപ്പോഴേ ഒന്നും കഴിക്കാതെ ഒന്നും കൊടുത്ത് തിന്നില്ല. ഇപ്പോൾ പതുക്കെ കഞ്ഞി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി പതുക്കെ എന്തെങ്കിലുമൊക്കെ അതിക്ക് കൂട്ടണമെങ്കിൽ പിന്നെ കൂട്ടട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി വെച്ചാണ് കൊടുക്കൽ. അപ്പോൾ നമുക്കേ പൊതുവിൻ്റെ പാത്രം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ. ചാണകം ഉണ്ടല്ലോ അങ്ങനെ ചവിട്ടി കൂട്ടിയിട്ടേ. ചൂടാട്ടോ, കുറച്ച് ചൂടാണ്. എന്തായാലും കുറച്ച്. അപ്പം നമ്മളെ താറാവുകൾ, ഗിനിക്കോഴികൾ, വാത്തകളൊക്കെ കൂട്ടിൽ കയറാനുള്ള സമയം ഏകദേശമായി. അപ്പോൾ ഒരു 1-2 റൗണ്ട് ഇങ്ങനെ അടിച്ചിട്ട് പതുക്കെ കൂട്ടിലേക്ക് കയറുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടിൽ കയറാനുള്ള പരിപാടി ഇങ്ങനെ നോക്കുകയാണ്.